പ്രിയപ്പെട്ട ഏലിക്കുട്ടിക്ക് തങ്കമണി എഴുതുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ദിവസമാണ്. കാര്യം 10-200 മുട്ട പൊട്ടിയെങ്കിലും അതോടെ എൻ്റെ ജീവിതം ഒരു കരയ്ക്ക് എത്തിയതുപോലെ ഒരു തോന്നൽ. ഞാൻ ഇന്നൊരാളെ കണ്ടുമുട്ടി. ബേബി. തസ്കര വീരനായ അറക്കളം പേലിയുടെ കൊച്ചുമോൻ അറക്കളം ബേബി. ഇവന്റെയും മുഖലക്ഷണം ഒരു തസ്കറിന് ചേർന്നത് തന്നെ. റൊമാൻറ്റിക്കായി പറഞ്ഞാൽ ഹൃദയചോരൻ. ഇവിടെ കിടക്കട്ടെ. ബേബിച്ചായോ ഫ്രം കെ തങ്കമണി. ഓ സോറി, കെ തങ്കപ്പൻ. ഇതേതാ ഈ കെ തങ്കപ്പൻ? ആരെങ്കിലും ആട്ടെ, നീ പോയ ഡോക്ടറെ ഒന്ന് വിളിച്ച, അല്ലെങ്കിൽ ഇപ്പൊ ചാവും. ഫ്രം കെ തങ്കമണി. തങ്കമണിക്ക് പ്രേമം. നീ ചത്തില്ലേ? ആരോട് പ്രേമം? ടു തസ്കര വീരൻ. കത്തുപൊട്ടിക്കാതെ നിനക്കതെങ്ങനെ മനസ്സിലായി? ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും. പശ അറിയാതെ വായിക്കും. പറഞ്ഞല്ല പതിരില്ല. പൊട്ടിക്കാം. പോക്കറ്റ് കാണിക്കരുത്. അന്യന്റെ കത്ത് വായിക്കുന്ന ക്രിമിനൽ ഒഫൻസാ. അപ്പൊ ഇതോ? ഞാൻ അന്യനല്ലല്ലോ. സത്യം, ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. ചെറുപ്പത്തിൽ ആക്സിഡന്റിൽ ഇവിടെ തലക്കും തോടി പറ്റിയതാ. സംഗതി മെന്റലാ. മെന്റൽ ഫാദർ. ഓ, അവിടെ അപ്പനും വട്ടായിരുന്നു. അവിടെ അപ്പനല്ല, നിന്റെ അപ്പൻ. എടാ പുളുന്താമാരെ, എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാനിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്ന് പറയാൻ പോവാ. തന്നെ? ബോംബെയിൽ എത്ര സുന്ദരിമാരാണെന്നറിയോ എന്റെ പിന്നാലെ മോഹിച്ച് നടന്നിട്ടുള്ളത്? തന്നെ? ഇന്നല്ലാതെ. ഞാനിവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതുകൊണ്ട് ചില അവന്മാർക്കൊന്നും എന്നെ ഒരു വിലയില്ല. അയ്യോ, ബേബിച്ചാ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അതെ. വേണ്ട, ഒന്നും പറയണ്ട. എടാ സൂത, എന്തോ ഈ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പറയുന്നത് വെറുതെ അല്ല. മുറ്റത്ത് മുള്ളിയെ മണമില്ല. എങ്ങനെ? മുള്ളിയെ മണമില്ല. ബോംബെയിലൊക്കെ അങ്ങനെ. പിന്നെ അതേടാ, ബോംബെക്കാരും മുള്ളാണ് പെർഫ്യൂം അല്ലേ? No train ticket. I have no money. No train ticket. I have no money. No train ticket. I have no money. No train ticket. ഇപ്പൊ പഠിച്ചു. ടിക്കറ്റ് എക്സാമിനർ ഈസ് ഹണ്ടിങ് മീ. ടിക്കറ്റ് വണ്ടി നിർത്ത്. ഉറക്കെ പറയടാ. മുതലാളി ഒരു പെണ്ണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലടാ തങ്കപ്പ. എനിക്ക് ആ പ്രായം കഴിഞ്ഞു. നീ ആ പീറ്ററിനെയും ജോണിനെയും വിളിച്ച് കാണിക്ക്. കാശ് മുടക്കാനാണെങ്കിൽ വേണ്ട, ഫ്രീ. അവന്മാർക്കും അതാണ് ഇഷ്ടം. ചരക്ക് തരക്കേടില്ലടാ. ഓ, ഈ തന്തയുടെ മക്കളല്ലേ, അതങ്ങനെ വരൂ. ഉറക്കെ പറയടാ. ഓ മുതലാളി, ഇവള് ബേബിച്ചിന്റെ പെണ്ണാ. പ്രേമം. നിന്നോട് ആര് പറഞ്ഞു? പോസ്റ്റ്മാൻ സുഗതൻ. പറഞ്ഞു വരുമ്പോ മുതലാളി ഇവളെ അറിയും. കാർഗിൽ നാരായണ വെട്ടിയില്ലേ, അത് ഇവളാ, തങ്കമണി. ഓ, നാരായണന്റെ പെണ്ണ് അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നത് നീതിയാണോടാ തങ്കപ്പ? നീതി ന്യായം നോക്കാൻ ബേബിച്ചെന്ന നീതിപണി നടത്താണോ? ദിസ് ഇസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്ത്? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പ്രഥമ ദൃഷ്ടിയാൽ അനുരാഗം. മുതലാളിക്ക് ഇതുവരെ ഇംഗ്ലീഷ് അങ്ങോട്ട് ഉറച്ചില്ല അല്ലേ? എന്റെ പുസ്തകം കട്ടെടുത്ത് വായിക്കരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ നായിന്റെ മോനെ. വണ്ടി വിയൂർക്ക് പോട്ടെ. അപ്പൊ കോഴിക്കോട്ടേക്കല്ലേ? നോ, ഗോ ടു വിയൂർ സെൻട്രൽ ജയിൽ. आज मेरी बसंती की इज्जत का सवाल है. ഇവിടെ എന്താടാ സാങ്കേതിക തകരാറ്? ബേബിച്ചായ മീനാക്ഷി അമ്മയെ പടം നിർത്തിയത് എന്തിന്? കാര്യമുണ്ട്.
എന്റെ പൊന്നു മീനു, ക്ലൈമാക്സ് ആണ്. ഹേമാമാലിനെ കൊള്ളക്കാരിട്ട് ഓടിക്കാണ്. ഹേമമാലിന്റെ കാര്യം ഓർത്ത് നീ ബേജാറാവണ്ട, അവളെ ധർമ്മേന്ദ്രൻ രക്ഷിച്ചോളൂ. ഇത് അങ്ങനെയല്ല. അംജദ് ഖാൻ, ഗബ്ബർ സിംഗ് ദേ വരുന്നു. ഗബ്ബർ സിംഗിനെ സഞ്ജീവ് കുമാർ തൊഴിച്ചു കൊന്നോളും. പക്ഷെ തങ്കമണിയെ രക്ഷിക്കാൻ ഇവരാരും വരട പൊടിയാ. തങ്കമണിക്ക് എന്നാ പറ്റി? എടാ, കാർഗിൽ നാരായണൻ പരോലിൽ വന്നിട്ടുണ്ട്. അവൻ അമ്പലക്കവലയിൽ വന്ന് ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എന്താടി നിങ്ങൾക്കിന്ന് പതിവില്ലാത്തൊരു കലപില? നിന്നെ തിന്നാമെന്നൊന്നും അല്ല കൊച്ചേ, എന്ന് വിചാരിച്ചു വേറൊരുത്തനെ കൊണ്ട് ഇത് തീറ്റിക്കുകയില്ല. നാരായണൻ ഒരു ഉണ്ണാക്കനാണെന്ന് നിനക്കൊരു ധാരണയുണ്ടല്ലേടി? അയ്യോ, നാണുവേട്ടൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വേണ്ട വേണ്ട, ഗുണവധികാരം വേണ്ട. ഈ പച്ച മുതലാളി എല്ലാം എന്നോട് പറഞ്ഞു. ഏതവനാടി പുതിയ കഥാപാത്രം? അരക്കളം വേദി. ചോദിച്ച കേട്ടില്ലടി നിന്റെ ആരാണെന്ന്? ആ പുളുന്താൻ നിന്റെ... ഞാൻ ആരാണെന്ന് പറ തങ്കമേ. ഹൃദയേശ്വരനാണെന്ന് ധൈര്യമായിട്ട് പറ. അയാൾ എന്റെ ആരുമല്ല. പിന്നെ കരക്കാരെല്ലാം പറയുന്നത് നിനക്ക് അയാളോട് പ്രേമമാണെന്ന്. എനിക്ക് പ്രേമമുണ്ട്, പക്ഷെ അത് ബേബിച്ചനോടല്ലെന്നേ. അയാൾ ആര്? മുഴുക്കള്ളൻ, വെറും മോഷ്ടാവ്, തസ്കര പരമ്പര. അവനെയൊക്കെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ നാണുവേട്ടാ? എന്റെ മനസ്സിൽ നാണുവേട്ടം മാത്രമേ ഉള്ളൂ. അന്ന് നാണുവേട്ടന്റെ ഹൃദയം കാണാനുള്ള പ്രായം എനിക്കുണ്ടായിരുന്നില്ല. അതാ റേപ്പ് ചെയ്യാൻ വന്നപ്പോ ഞാൻ വെട്ടിയത്. നാണുവേട്ടന് ഒരു വാക്ക് പറ, ഇന്ന് തന്നെ ഞാൻ ആ പെരുങ്കള്ളനെ വെട്ടാം. ബേബീനെ നിനക്ക് വെട്ടാൻ പാകത്തിന് ഞാൻ നിന്ന് തരാടി വഞ്ചകി. എടാ കാർഗിൽ നാരായണ പരമതണ്ടി, നിന്നൊരു ചോദ്യം വിളിച്ചിട്ട് ഇറങ്ങി വേടാ ഉണക്കച്ചട്ടമ്പി. രണ്ടിന്റെ അന്ത്യകൂതാശ. എടീ ചീമൊട്ടത്തങ്ക വിളിച്ചിട്ട് വാടി നിന്നെ മറ്റവരെ. വേണ്ട മോളെ, എല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. തിന്നാൻ വന്നതല്ലെങ്കിലും മറ്റൊരുത്തനെ കൊണ്ട് തീറ്റിക്കലെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. നാക്കിയാണേലും നീ ഡീസന്റാ നാരായണ. ഹീസ് നോട്ട് എ റേപ്പിസ്റ്റ്, ജസ്റ്റ് എ ഗുണ്ട. പക്ഷെ നീ അതല്ല. രണ്ട് കാമുകന്മാരുടെ കിടന്ന് വളവള കളിക്കുന്ന വുമൻസ് ലീഗ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്, അതാണ് നീ. ബേബി ചായ, I love you da. I love you da. നീ ഇപ്പം പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. അടാൻ കെട്ടിയത് അത്രയ്ക്ക് അങ്ങ് മോഡേണാവണ്ട. I love you baby ചായ. എടാ കാർഗിൽ നാരായണ തെണ്ടി, എന്റെ കാര്യത്തിൽ നിനക്കിനി യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇറങ്ങി പോടാ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. മതിയോ? പിന്നെ പ്രേമിക്കുന്ന പെണ്ണിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനടി തടിയും മണ്ണൊക്കെ? എടാ കാർഗിൽ നാരായണ.